താൻ ഒരു ദൈവമാകുന്നതിനും വളരെ മുൻപ് ക്രാറ്റോസ് വാസ് എ സ്പാർട്ടൻ. ശക്തിയെയും മിഥ്യയെയും മാത്രം ആരാധിച്ചിരുന്ന ഒരു ലോകത്ത് വളർന്നതുകൊണ്ടാവാം ക്രാറ്റോസ് എല്ലാ കാലവും തൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ കുറിച്ച വാക്കുകളായിരുന്നു ദാറ്റ് ഇമോഷൻ ഇസ് വീക്ക്നെസ്, mercy is death. And though he became the youngest Spartan captain in the history, feared, respected, unstoppable. എന്നാൽ ഇതുപോലെയുള്ള ഒരു അതിഭീകരമായ യുദ്ധത്തിന് നടുവിൽ പരാജയം ആസന്നമായപ്പോൾ തൻ്റെ വിധി പോലും മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള ഒരു തെറ്റ് ക്രാറ്റോസ് ചെയ്തു. ക്രാറ്റോസ് called upon Ares, the god of war, and he pledged his soul on exchange for victory. അങ്ങനെ വിധിയെപ്പോലും തോൽപ്പിച്ച ക്രാറ്റോസിന് അരസ് ഒരു ജീവനും ശ്വാസവും മജ്ജയും മാംസവുമുള്ള ഒരു ആയുധമാക്കി മാറ്റി. നാശത്തിൻ്റെ ബുദ്ധിശൂന്യമായ ഒരു ഉപകരണം, മനുഷ്യൻ്റെ തോലണിഞ്ഞ ഒരു രാക്ഷസൻ. ആൻഡ് ദെൻ കെയിം ദ മൊമെൻറ്റ് ദാറ്റ് ഷാറ്റേർഡ് ഹിം. എയ്റസിൻ്റെ ആ ഒരു സ്പെല്ലിനുള്ളിൽ അകപ്പെട്ടു പോയ ക്രാറ്റോസിന് ഒരു ഗ്രാമത്തെ മുഴുവൻ കൊന്നൊടുക്കേണ്ടി വന്നു. കൊന്നൊടുക്കിയവരുടെ കൂട്ടത്തിൽ തൻ്റെ കഠാരയിൽ പറ്റിയ ചോരയിൽ അവൻ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന 2 പേര് കൂടി ഉണ്ടായിരുന്നു എന്നവൻ ഓർത്തില്ല. തൻ്റെ ഭാര്യയെയും മകളും ഉൾപ്പെടുന്ന ഒരു വലിയ ഗ്രാമം അവനന്ന് കുരുതിക്കളമാക്കി മാറ്റി. അവരുടെ ശരീരത്തിൻ്റെ ചാരം അവൻ്റെ സിരകളിൽ ലയിച്ചു. A curse and a reminder, of course. And from that day, the world would know him only as the ghost of Sparta. ഇത് അയാളുടെ കഥയാണ്. ഗോസ്റ്റ് ഓഫ് സ്പാർട്ടയിൽ നിന്നും ഫാദർഹുഡിലേക്കുള്ള അയാളുടെ തിരിച്ചറിവിൻ്റെ കഥ. So welcome back to Triple A Gaming, where we don't die, we always just respawn. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം കുറ്റബോധം കൊണ്ട് വീർപ്പ് മുട്ടിയ ക്രാറ്റോസ് ദൈവങ്ങൾക്ക് നേരെ തൻ്റെ കോപം തിരിച്ചു. He sought redemption in those. Betrayed by Ares, manipulated by Athena, hunted by Zeus. Every step he took, every life he took, pushed him deeper into the monster he feared becoming. അങ്ങനെ ഗോഡ് ഓഫ് വാർ 3-ൽ അവൻ്റെ ആർക്കും ചങ്ങലക്കിടാൻ കഴിയാത്ത ക്രോധം ഒളിമ്പസിനെ പോലും ഭയപ്പെടുത്തി. തോർ ലവ് ആൻഡ് തണ്ടർ പടം ഒരു പ്രപഞ്ച പരാജയമാണെങ്കിലും അതിലെ ക്രിസ്ത്യൻ ബെയിൽ അവതരിപ്പിച്ച ദ ഗോഡ് ബുച്ചറിനൊക്കെ പോലെ ഹീ ബിഗാൻ സ്ലോട്ടറിങ് ഗോഡ്സ്, ടൈറ്റൻസ് ആൻഡ് എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ. ആ ഒരു ഗ്രീക്ക് പാന്തിയോണിൻ്റെ അവസാനം തന്നെ അവൻ സ്വന്തം കൈകളാൽ നേടിയെന്ന് വേണം പറയാൻ. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വിക്ടറി ഫെൽറ്റ് ഹോളോ. റിഡംഷൻ സ്ലിപ്ഡ് അവേ. ഇതിൽ നിന്ന് ഒന്നും ഒരു മോക്ഷം തനിക്ക് ഉണ്ടാവില്ല എന്ന തോന്നൽ കൊണ്ടായിരിക്കണം ഏറ്റവും ഒടുവിൽ അവൻ ആത്മത്യാഗം തന്നെ തിരഞ്ഞെടുത്തു. അവൻ ഉറ്റുനോക്കിയ ദൈവങ്ങൾ അവൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച വിധിക്കെതിരായി അവൻ്റെ അവസാനത്തെ ധിക്കാരം. ബട്ട് ഇറ്റ് സീംസ് ലെജൻഡ്സ് ഡോണ്ട് ഡൈ ഈസിലി. യെസ്, ക്രാറ്റോസ് സർവൈവ്ഡ് ആൻഡ് ഹി റാൻ ഫാർ ഫ്രം ഗ്രീസ്, ഫാർ ഫ്രം ആങ്കർ, ഫാർ ഫ്രം എവറിത്തിങ് ഹി ഡിസ്ട്രോയിഡ്. മിഡ്ഗാർഡിൻ്റെ ധ്രുവ പ്രദേശങ്ങളിൽ അവൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒട്ടും വശമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അതെ, അവൻ ജീവിക്കാൻ തീരുമാനിച്ചു. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി, എല്ലാത്തിൽ നിന്നും അകലെ ഒരു സാധാരണ ജീവിതം. അവിടെ വെച്ച് അവൻ അവളെ കണ്ടുമുട്ടുകയായിരുന്നു. ഫയർ. അവൻ്റെ ദേഹമാസകലം പുരണ്ടിരുന്ന ചാരത്തിനുള്ളിലെ ക്രാറ്റോസ് എന്ന മനുഷ്യൻ്റെ ആത്മാവിനെ സ്പർശിച്ചവൾ. അവൾ അവനെ ഭയപ്പെട്ടിരുന്നില്ല, അവൾ അവനെ ആരാധിച്ചിരുന്നില്ല. പകരം അവൾ അവനെ സ്നേഹിച്ചു, അവനെ അവനായിട്ട് സ്നേഹിച്ചു എന്ന് വേണം പറയാൻ. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ക്രാറ്റോസ് ഫെൽറ്റ് പീസ്, എ പീസ് ഹി ഫിയർഡ് വുഡ് നെവർ ലാസ്റ്റ്. അട്രിയസ് ജനിച്ചപ്പോൾ ക്രാറ്റോസ് ഒരു ശപഥം ചെയ്തിരുന്നു. അവൻ ഒരിക്കലും താൻ ആയിരുന്നത് പോലെ ആവില്ല എന്ന്. പക്ഷേ താൻ ആരായിരുന്നു എന്നുള്ള ബോധം, ആ ചിന്ത അവനെ ഒരിക്കലും വിട്ടുപോയിരുന്നില്ല. ദ ഷാഡോസ് ഓഫ് ഹിസ് പാസ്റ്റ് നെവർ ട്രൂലി ലെഫ്റ്റ് ഹിം. പക്ഷെ സന്തോഷം അധിക നാൾ നിലനിൽക്കില്ല എന്ന് പറയും പോലെ ഫയർ അവനെ വിട്ടുപോയി. പക്ഷേ അത് ക്രാറ്റോസിനെ കൊണ്ട് എത്തിച്ചത് അവൻ ഒരിക്കലും റെഡി അല്ലാത്ത
പ്രിപ്പയർ അല്ലാതിരുന്ന ഒരു റോളിലേക്കാണ്. എ ഫാദർ, ദാറ്റ് ടു അലോൺ. അപ്പോഴേക്കും അവൻ്റെ ബ്ലേഡ്സ് ഓഫ് കയോസിനെ ലിവിയഥൻ ആക്സ് റിപ്ലേസ് ചെയ്തിരുന്നു. ആൻഡ് ആക്ച്വലി ലിവിയഥൻ ആക്സ് വാസ് എ സിംബൽ ഓഫ് ഹൂ ഹി വാണ്ടഡ് ടു ബി. തീയിൽ ഉരുക്കിയെടുത്ത ഒരു രാക്ഷസന് പകരം മഞ്ഞിൽ തണുപ്പിച്ചെടുത്ത ഒരു സംരക്ഷകനായി ക്രാറ്റോസ് മാറി. എന്നാൽ അട്രിയസിനെ വളർത്തിയെടുക്കുന്നത് ദൈവങ്ങളോട് പോരാടുന്നതിനേക്കാൾ അവന് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് എവറി ലെസൺ ക്രാറ്റോസ് taught was a lesson he learned through pain. Don't be sorry, Father. Be better. The cycle ends here. We will be the gods we choose to be. ഈ വാക്കുകൾ ഒരു കാലത്ത് ഗ്രാമങ്ങളെയും മനുഷ്യരെയും ചുട്ടുകൊന്നൊടുക്കിയ ക്രാറ്റോസിൻ്റെ വാചകങ്ങളായിരുന്നു. അപ്പോൺ റേസിംഗ് ഹിസ് സൺ. ഇതിൽ നിന്നും തന്നെ ക്രാറ്റോസ് എന്തുമാത്രം ഒരു ചേഞ്ച്ഡ് മാൻ ആണെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ബാൽഡോറിലൂടെയുള്ള യാത്രകൾ, വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം തന്നെ ക്രാറ്റോസിൻ്റെ ഏറ്റവും വലിയ ഭയത്തെ നേരിട്ടു. അത് മരണമായിരുന്നില്ല, അത് പക്ഷേ സൂസായി മാറുന്നതായിരുന്നു. കാരണം സൂസ് എന്ന ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കുന്ന ഒരു പിതാവായിരുന്നു. ഒടുവിൽ അതേ ഭയത്തിൽ ക്രാറ്റോസ് ശക്തി കണ്ടെത്തി. ഏറ്റവും ഒടുവിൽ ഈ റാഗ്നറോക്ക് കഥയിൽ ക്രാറ്റോസ് ആ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ അണ്ടർഗോ ചെയ്തു എന്ന് വേണം പറയാൻ. അവൻ പ്രതികാരം മാത്രം തേടിയിരുന്ന ആ ഒരു കൊലയാളി അല്ലായിരുന്നു. ബട്ട് ഹി വാസ് എ ലീഡർ സീക്കിംഗ് പീസ്. സ്വയം ക്ഷമിച്ചു തുടങ്ങിയ, ദൈവങ്ങളോട് ക്ഷമിച്ചു തുടങ്ങിയ, അറ്റ് ദി സെയിം ടൈം the one who trusts Atreus with his soul, and he was even willing to sacrifice pride for love. That's how a man could be born within fighting his own inner demons every day and night. He was alive. ഇതിൽ നിന്നുമെല്ലാം ക്രാറ്റോസ് തൻ്റെ ചുറ്റും നോക്കിയപ്പോൾ തന്നെ ആരാധിക്കുന്ന ആളുകളുടെ ഒരു ചുവർ ചിത്രം കണ്ടു. ഭയം കൊണ്ടായിരുന്നില്ല ആ ആരാധന, പക്ഷേ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ജസ്റ്റ് hope. And at that moment, he realized, after centuries of violence, Kratos finally became the thing he never thought could be possible. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവമായി, സ്നേഹത്തിന് യോഗ്യനായ ഒരു പിതാവായി, വിധിയെ തകർത്ത ഒരു മനുഷ്യനായി. അതെ, ക്രാറ്റോസിൻ്റെ കഥ ദൈവങ്ങളെക്കുറിച്ചല്ല, അത് അധികാരത്തെക്കുറിച്ചുമല്ല, അത് പക്ഷേ കുറ്റബോധത്തിൽ മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ദ മാൻ ഹു വാസ് വൺസ് ദ ഗോസ്റ്റ് ഓഫ് സ്പാർട്ട, ബട്ട് ഫ്രം ദർ ഹി ബിക്കെയിം ദ ഗോഡ് ഓഫ് വാർ ആൻഡ് ദ ഫാദർ ഓഫ് ലോക്കി. ക്രാറ്റോസ് എന്നത് തൻ്റെ ഭൂതകാലത്താൽ നിർവചിക്കാനാവാത്ത ഒരാളാണ്. ഹി ഈസ് ഡിഫൈൻഡ് ബൈ ദ മൊമെന്റ് ഹി ചോസ് ടു ബിക്കം ബെറ്റർ. I believe I would like to sit here for a while. ക്രാറ്റോസിനെ പോലെ, നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ, ഞാൻ ഇവിടെ തന്നെ കാണും. ബിക്കോസ് വി ആർ ഗെയിമേഴ്സ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ ചാവില്ലല്ലോ. വി ജസ്റ്റ് റീസ്പോൺ.